ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനം ഇന്ത്യ ഏറെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലെത്തിയത്. സന്ദർശനത്തിനിടെ കശ്മീർ വിഷയം ഉയർത്തി ഇറാന്റെ പിന്തുണ നേടാനുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ശ്രമം അതിദയനീയമായി പരാജയപ്പെട്ടു. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് വലിയ പിന്തുണ നൽകാൻ ഇബ്രാഹിം റൈസി തയ്യാറായില്ല. കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവന നടത്താനും അദ്ദേഹം തയ്യാറായില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷെഹ്ബാസ് ഷെരീഫ് കശ്മീർ വിഷയം ഉയർത്തിക്കാട്ടി. ഇറാന്റെ നിലപാടിന് നന്ദി അറിയിക്കുകയും ചെയ്തു. എന്നാൽ കശ്മീരിനെക്കുറിച്ച് പരാമർശിക്കാൻ റൈസി വിമർശിച്ചു. പകരം റൈസി ഗാസ വിഷയത്തെക്കുറിച്ചാണ് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. ഇറാൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെ തീവ്രവാദം തുടച്ചു നീക്കുന്നതിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ആശയവിനിമയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള 8 രേഖകളിലും ഒപ്പുവെച്ചു. ജനുവരിയിൽ ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണിരുന്നു. നേരത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ തികച്ചും അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷൽ ആദിലിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഇന്ത്യ പിന്താങ്ങുകയും ചെയ്തു. സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിച്ചതിനെയും പക്വതയോടെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത്. ബലൂചിസ്ഥാനിലെ ഇറാൻ നടപടിയോട് പ്രതിഷേധിച്ചാണ് ജനുവരിയിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത്. തെഹ്റാനിലെ പാക് നയതന്ത്രജ്ഞനെ തിരിച്ചു വിളിച്ച പാകിസ്ഥാൻ ഇറാനുമായുള്ള ഇടപെടലുകളും ഏതാനും ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിരുന്നു. 2022 ജൂണിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. വാണിജ്യ വ്യാപാര മേഖലയ്ക്കൊപ്പം പ്രതിരോധത്തിലും അതിർത്തി സുരക്ഷയിലും ഇറാൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു. ഇന്ത്യയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഹുസൈൻ അമീർ അബ്ദുൽ റഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ നിർണായകമായ ചബൽഹാർ തുറമുഖവുമായി പ്രതിരോധ വകുപ്പുകളുടെ ബന്ധം അജിത് ഡോവൽ ചർച്ച ചെയ്തു. തുറമുഖത്തിൻ്റെ 2ാം ഘട്ട വികസനത്തിൽ പ്രതിരോധ വകുപ്പുകളുടെ ആവശ്യത്തിന് മുൻഗണന ലഭിക്കാൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങളും അജിത് ഡോവൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതികളുടെ നിലവിലെ അവസ്ഥയും ചർച്ചയായിരുന്നു. അമേരിക്കയുമായുള്ള ധാരണ പ്രകാരം ഇന്ത്യ ഇറാനിൽ നിന്നും ഇന്ധനം വാങ്ങുന്നത് നിർത്തിയ വിഷയത്തിൽ 2019 ശേഷമുള്ള അവസ്ഥയും ഇറാൻ ഇന്ത്യക്ക് മുന്നിൽ വച്ചിരുന്നു.